ഒ പിയിൽ പേഷ്യൻസ് വരുമ്പോൾ നമ്മൾ വളരെ യൂഷ്വലായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്തൊക്കെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന്. അപ്പോൾ ആളുകൾ വളരെ ക്യാഷ്വലായിട്ട് പറയാറുണ്ട് ഷുഗറിൻ്റെ മരുന്ന് കഴിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ കൊളസ്ട്രോളിൻ്റെയും പിന്നെ ബി പിയുടെയും മരുന്ന് കഴിക്കുന്നുണ്ട് എന്ന്. ഈ ഷുഗർ, കൊളസ്ട്രോൾ, ബി പി ഇങ്ങനത്തെ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുമിച്ച് വരുന്നതിനാണ് നമ്മൾ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്നത്. ഇന്നത്തെ ടോപ്പിക് അതാണ്. ഹായ്, ഐ എം ഡോക്ടർ ലക്ഷ്മി ശരണ്യ. വെൽക്കം ടു മൈ ചാനൽ. കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ 30-40% ആളുകളിൽ ഈ മെറ്റബോളിക് സിൻഡ്രോം ഉണ്ട്. എന്താണ് മെറ്റബോളിക് സിൻഡ്രോം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ശരീരത്തിന് ആവശ്യമായ കലോറിയിൽ കൂടുതൽ നമ്മൾ കഴിക്കുകയാണെങ്കിൽ കാലക്രമേണ നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്ന മാറ്റം. ആ മാറ്റം ഒരുപക്ഷെ ഹൈ ബി പി ആയിരിക്കാം, കൊളസ്ട്രോൾ അളവ് കൂടുതലായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് യൂറിക് ആസിഡ് ആയിരിക്കാം, PCOD ആയിരിക്കാം, അക്കാൻഡോസിസ് നൈഗ്രിക്കൻസ് ആയിരിക്കാം, അതായത് നമ്മുടെ കൈക്കും കക്ഷത്തിനടിയിലൊക്കെ ഉണ്ടാകുന്ന ഒരു കറുത്ത കളറ്. ഇത്തരം ലക്ഷണങ്ങളാണ് നമ്മൾ ഈ ഒരു മെറ്റബോളിക് സിൻഡ്രോമിൽ ഉൾപ്പെടുത്തുന്നത്. അതേപോലെ തടിച്ച ശരീരപ്രകൃതിയിലുള്ള ആളുകൾക്കാണ് ഈ ഒരു മെറ്റബോളിക് സിൻഡ്രോം വരാനുള്ള സാധ്യത കൂടുതലെങ്കിലും മെലിഞ്ഞവരിൽ അത് കാണാറുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവരുടെ ഐഡിയൽ വെയിറ്റിൽ നിന്ന് കുറച്ചെങ്കിലും വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ അവർക്കും ഈ അസുഖങ്ങൾ വരാറുണ്ട്. ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് നോക്കാം. ആദ്യത്തെ മെത്തേഡാണ് അരവണ്ണം അളന്നു നോക്കുക എന്നുള്ളത്. പുരുഷന്മാരാണെങ്കിൽ 94 സെൻറ്റിമീറ്ററിന് മുകളിലുണ്ടെങ്കിലോ സ്ത്രീകളാണെങ്കിൽ 80 സെൻറ്റിമീറ്ററിന് മുകളിലോ ആണെങ്കിൽ മെറ്റബോളിക് സിൻഡ്രോം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ നമ്മൾ ബി പി നോക്കുമ്പോൾ എപ്പോഴും 130/85 മുകളിലാണ് ബി പി എങ്കിലും, അതേപോലെ നമ്മൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 100 മുകളിലാണ് വാല്യൂ എങ്കിലും നമുക്ക് ഈ ഒരു മെറ്റബോളിക് സിൻഡ്രോം വരാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ ട്രൈഗ്ലിസറൈഡിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ 150 കൂടുതലാണെങ്കിലും, അതേപോലെ നമ്മുടെ ശരീരത്തിൽ ഗുഡ് കൊളസ്ട്രോൾ അതായത് HDLൻ്റെ അളവ് സ്ത്രീകളിൽ 50 കുറവാണെങ്കിലും പുരുഷന്മാരിൽ 40 കുറവാണെങ്കിലും ഈ ഒരു മെറ്റബോളിക് സിൻഡ്രോം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിൻ്റെ സൈഡ് എഫക്ട്സ് അല്ലെങ്കിൽ ആഫ്റ്റർ എഫക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇങ്ങനെ ഈ മെറ്റബോളിക് സിൻഡ്രോം ഉള്ള ആളുകളിൽ മറ്റുള്ള ആളുകളെ സംബന്ധിച്ച് വളരെ കൂടുതലായിട്ട് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് ഹാർട്ട് അറ്റാക്ക് പോലുള്ള അസുഖങ്ങൾ, അതേപോലെ ക്യാൻസർ, ഫാറ്റി ലിവർ, PCOD, ടൈപ്പ് 2 ഡയബറ്റീസ് ഒക്കെ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അധികം ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാത്തൊരു ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ കൂടെ കുടവയറ്, സ്കിന്നിൻ്റെ ഫോൾസിലൊക്കെ കറുത്ത കളറ്, സാന്തോമ ഇത്തരം കണ്ടീഷൻസ് ഒക്കെ നിങ്ങൾ കാണുകയാണെങ്കിൽ തന്നെ അടുത്തുള്ള ഒരു ലാബിൽ പോയിട്ട് ഷുഗർ, കൊളസ്ട്രോൾ പോലുള്ള ടെസ്റ്റുകൾ ചെയ്ത് അതൊന്നും ഇല്ല നിങ്ങൾ ഉറപ്പുവരുത്തുന്നതാണ്. ഈ മെറ്റബോളിക് സിൻഡ്രോമിൻ്റെ ലക്ഷണങ്ങൾ നേരത്തെ നമ്മൾ തിരിച്ചറിയുകയാണെങ്കിൽ വളരെ എഫക്റ്റീവായിട്ട് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിനെന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ പ്രായം, നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി, ജെൻഡർ, കറണ്ട് ഹൈറ്റ്, വെയിറ്റ് എന്നിവ അനുസരിച്ച് നമുക്ക് ഒരു ദിവസം ആവശ്യമായിട്ടുള്ള കാലറി എത്രയാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത്. അതിന് ഒരുപാട് ടൂളുകൾ അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുക്കാം. ഒരു ദിവസം നമുക്ക് ആവശ്യമുള്ള കലറി കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ തീർച്ചയായിട്ടും ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ലിമിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ നമ്മൾ ഭക്ഷണം സെലക്ട് ചെയ്യുമ്പോൾ അതിൽ ധാരാളമായിട്ട് ഫ്രൂട്ട്സ് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതേപോലെ നമ്മുടെ ഭക്ഷണത്തിൽ പ്രോട്ടീൻ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. അത് ചിക്കനായിട്ടോ മുട്ടയായിട്ടോ ഫിഷായിട്ടോ നമ്മൾ ഉൾപ്പെടുത്തണം. അതിൻ്റെ കൂടെ തന്നെ തീർച്ചയായിട്ടും വെജിറ്റബിൾസ്, ക്യാരറ്റ്, കുക്കുംബർ പോലുള്ള വെജിറ്റബിൾസ് കഴിക്കാൻ ഒരിക്കലും മറന്നു പോകരുത്. അതേപോലെ നമ്മൾ ഭക്ഷണം പ്രോട്ടീൻ എടുക്കുകയാണെങ്കിൽ തന്നെ ഫ്രൈഡ് ആയിട്ടോ ഒന്നും കഴിക്കരുത്. കറി ആയിട്ടോ അല്ലെങ്കിൽ വേവിച്ചിട്ടൊക്കെ കഴിക്കാം. അതേപോലെ തന്നെ എക്സസൈസ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറ്റുക. കാർഡിയോ ആയിട്ടോ അല്ലെങ്കിൽ വെയിറ്റ് ട്രെയിനിങ് ഒക്കെ ആയിട്ട് നമ്മൾ തീർച്ചയായിട്ടും ഒരു ആഴ്ചയിൽ 5 ദിവസമെങ്കിലും എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഒന്നും പറ്റിയില്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും നടക്കാനെങ്കിലും ശ്രമിക്കുക. അതേപോലെ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് സ്മോക്കിങ്, ഡ്രിങ്കിങ് പോലുള്ള അഡിക്ഷൻസ് ഉണ്ടെങ്കിൽ ആ ഒരു ശീലം നമ്മൾ തീർച്ചയായിട്ടും മാറ്റിയെടുക്കേണ്ടതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. വേറൊരു ടോപ്പിക്കുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം.